വിജിലൻസ് അന്വേഷിക്കുന്ന മലമ്പുഴ 100 ഫീറ്റ് സൈക്കിൾ ട്രാക്ക് പദ്ധതിയുടെ ഔദ്യോഗിക ഫയൽ കാണാനില്ല. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആം ആദ്മി പാർട്ടി. വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അതേ പദ്ധതിയുടെ ഔദ്യോഗിക ഫയൽ തന്നെ കാണാനില്ലെന്ന് നഗരസഭ അറിയിച്ചിരിക്കുന്നത്. മലമ്പുഴ 100 ഫീറ്റ് റോഡിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സൈക്കിൾ ട്രാക്ക് ഫുട്പാത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ഔദ്യോഗിക ഫയൽ കാണാനില്ലെന്ന് പാലക്കാട് നഗരസഭാ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടൽ വഴി ഔദ്യോഗികമായി അറിയിച്ച സാഹചര്യത്തിൽ ഫയൽ നഷ്ടമായ സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 6.27 കോടി ചെലവിൽ സൈക്കിൾ ട്രാക്ക് നിർമ്മാണം നടപ്പാക്കാനായിരുന്നു തീരുമാനം. 2019 ജൂലൈ 2-ന് നിർമ്മാണം ആരംഭിച്ച പദ്ധതിയുടെ പൂർത്തീകരണ തീയതി 2020 ഒക്ടോബർ 3 ആയിരുന്നു. കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ പദ്ധതി വൈകിയതായി നഗരസഭാ രേഖകളിൽ പറയുന്നതായി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക വിവരാവകാശ രേഖകൾ പ്രകാരം പ്രവൃത്തി പൂർത്തിയായ ശേഷമാണ് ക്യൂബ് ടെസ്റ്റ് നടത്തിയത്. പദ്ധതിയുടെ ഡിഫക്റ്റ് ലയബിലിറ്റി കാലാവധി 3 വർഷമായിരുന്നു. എന്നിട്ടും ഇന്നുവരെ സൈക്കിൾ ട്രാക്കും ഫുട്പാത്തും പല ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് അശാസ്ത്രീയമായ നിലയിൽ കിടക്കുകയാണ്. പ്രവൃത്തി പൂർത്തിയായതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പദ്ധതി ഇതുവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല. കൂടാതെ കരാറുകാരനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഔദ്യോഗിക മറുപടികളിൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് 2026 ഫെബ്രുവരി 6-ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ പരാതി നൽകിയതെന്ന് അവർ പറഞ്ഞു. ഫയൽ എപ്പോൾ, എങ്ങനെ, ആരുടെ കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു, പോലീസിന്റെ അന്വേഷണത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതായി പാർട്ടി ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സൈക്കിൾ ട്രാക്ക് നിർമ്മാണം പൂർത്തിയാക്കി 2020 പൂർത്തിയാക്കി കഴിഞ്ഞ് കോൺട്രാക്ടർ 6.7 ക്രോസ് വാങ്ങിച്ച് സ്ഥലം വിട്ടു. അതിനുശേഷമാണ് എല്ലാ ദുരന്ത നാടകങ്ങളും. ഈ കോൺട്രാക്ടിന്റെ ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരുന്നത്, അതിന്റെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് എന്ന് പറഞ്ഞത് 3 years ആയിരുന്നു. 3 years കഴിഞ്ഞുപോയി. പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലും വളരെ അശാസ്ത്രീയമായ ഒരു സൈക്കിൾ ട്രാക്കിനുള്ള ഒരു സാഹചര്യവും സൗകര്യമില്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ച് കോൺട്രാക്ടർ പണം വാങ്ങിച്ച് പോയി. അതോടുകൂടി നഗരസഭാ വിഷയത്തിൽ മാറി. ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ, സെക്രട്ടറി ഉദയൻ സുകുമാരൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സാബു അകമല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.